നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാർട്ടി അംഗങ്ങൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള മേഖലാ ക്യാമ്പുമായി CPI. ക്യാമ്പ് നടക്കുന്നത് 2 ദിവസങ്ങളിലായി. ഒടുവിൽ NIAയും സ്ഥിരീകരിച്ചു. കാണാതായവർ അഫ്ഗാനിസ്ഥാനിലെ IS ക്യാമ്പിൽ. ചെമ്പരിക്ക ഖാസിയുടെ ദുരൂഹ മരണം. പ്രക്ഷോഭം ശക്തമാക്കാനൊരുങ്ങി ആക്ഷൻ കമ്മിറ്റി. ഉമർ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുടെ മഖാം ഉറൂസിന് തുടക്കം. ഉറൂസ് സമാപിക്കുന്നത് സെപ്റ്റംബർ 22-ന്. ജീവകാരുണ്യ പ്രവർത്തനവുമായി പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. സഹപാഠികൾക്ക് കൈത്താങ്ങുമായാണ് വിദ്യാർത്ഥി കൂട്ടായ്മ രംഗത്ത് വന്നത്. പടിയിറങ്ങാത്ത അനുഷ്ഠാന കാഴ്ചയായി ചെറുവത്തൂരിലെ അമ്പെയ്ത്ത്. അമ്പെയ്ത്തിന് വേദിയായത് കാരി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഇടു. വാർത്തകൾ വിശദമായി. CPI ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള മേഖലാ ക്യാമ്പിന് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും. പാർട്ടിയെക്കുറിച്ച് ധാരണയില്ലാത്തവർക്ക് ലെനിറ്റ്സ് സംഘടനാ തത്വം മനസ്സിലാക്കി നൽകാനും പാർട്ടിയെ ശരിയായ ദിശയിൽ നയിക്കാനുള്ള ഊർജ്ജമുണ്ടാക്കി എടുക്കാനുമാണ് മേഖലാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. CPI എന്ന പാർട്ടിയെ വെറും ആൾക്കൂട്ടമായി മാത്രം കാണാതെ അണികളെ രാഷ്ട്രീയ സൈദ്ധാന്തിക തത്വങ്ങൾ പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത CPI ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊക്കേരി എടുത്തു പറഞ്ഞു. പല മേഖലകളിൽ നിന്നും നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നത് കൂട്ടത്തോടെ വരുന്നവരുണ്ട്, ഒറ്റപ്പെട്ട് വരുന്നവരുണ്ട്, പലതരത്തിലാണ് ആളുകൾ വരുന്നത്. അതിനകത്ത് നമ്മുടെ പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ, ധാരണകളില്ലാത്ത ആളുകൾ, ജനാധിപത്യ പാർട്ടികളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ലെനിനിസ്റ്റ് സംഘടനാ തത്വം എന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ മേലോട്ട് പോകും. നമ്മുടെ പാർട്ടിയുടെ സംഘടനാ തത്വങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമികമായ അറിവ് അവരിലേക്ക് പകരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ രാഷ്ട്രീയ ബോധത്തെയും അവരുടെ സംഘടനാ ബോധത്തെയും നമ്മുടെ പാർട്ടിക്ക് അനുയോജ്യമായി രൂപപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതൊരാൾക്കൂട്ടമായി മാറുകയും അവർ പിന്നീട് ഒരാൾക്കൂട്ടത്തിൻ്റെ സ്വഭാവം എന്ന നിലയ്ക്ക് വരികയും പോവുകയും ചെയ്യും. വെള്ളിയാഴ്ച ക്യാമ്പ് സമാപിക്കും. ജില്ലാ വ്യാപാര ഭവനിലാണ് മേഖലാ ക്യാമ്പ് നടക്കുന്നത്. നേതാക്കളായ T കൃഷ്ണൻ, VB രാജൻ, V വിജയകുമാർ, V രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയിൽ നിന്നും കാണാതായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രത്തിൽ എത്തിയതായി NIA സ്ഥിരീകരിച്ചു. 17 പേരാണ് ജില്ലയിൽ നിന്നും അപ്രത്യക്ഷമായത്. കഴിഞ്ഞ ജൂണിലാണ് 6 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടെയുള്ള 17 പേർ അപ്രത്യക്ഷരായത്. IS ബന്ധമാരോപിച്ച് ഓഗസ്റ്റ് 1-ന് അറസ്റ്റ് ചെയ്ത ബീഹാർ സ്വദേശിനി യാസ്മിൻ മുഹമ്മദിൽ നിന്നുമാണ് ഇവർ അഫ്ഗാനിസ്ഥാനിലെത്തിയതായി NIAക്ക് വിവരം ലഭിച്ചത്. തൃക്കരിപ്പൂർ ഉടുമ്പന്തല സ്വദേശി അബ്ദുൾ റാഷിദാണ് സംഘത്തെ ISലെത്തിച്ചതിന്റെ മുഖ്യ സൂത്രധാരൻ. അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് യാസ്മിൻ പിടിയിലാവുന്നത്. പല സംഘങ്ങളായി പല വഴിക്കാണ് ഇവർ അഫ്ഗാനിസ്ഥാനിലെത്തിയത് എന്ന വിവരം NIAക്ക് ലഭിച്ചു. ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് NIA ഏറ്റെടുത്തത്. പടന്നയിലെ ബന്ധുവീട്ടിലേക്ക് വന്ന ഫോൺ സന്ദേശങ്ങളുടെയും വാട്സാപ്പ്, ഫേസ്ബുക്ക് എന്നിവ വഴിയുള്ള മെസ്സേജുകളും NIA വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതിൽ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായ ഇവർ ജൂലൈയിൽ തന്നെ അഫ്ഗാനിസ്ഥാനിൽ എത്തിയിരുന്നു. ചെമ്പരിക്ക ഖാസി CM അബ്ദുള്ള മൗലവിയുടെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം മന്ദഗതിയിൽ. പ്രക്ഷോഭം ശക്തമാക്കാൻ ഖാസിയുടെ ബന്ധുക്കളും ജനകീയ ആക്ഷൻ കമ്മിറ്റിയും തയ്യാറെടുക്കുന്നു. പ്രമുഖ മതപണ്ഡിതനും ചെമ്പരിക്ക ഖാസിയുമായിരുന്ന CM അബ്ദുള്ള മൗലവിയുടെ ദുരൂഹ മരണത്തിലെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് നടത്തിവന്ന അനിശ്ചിതകാല സമരം മന്ത്രി E ചന്ദ്രശേഖരൻ ഇടപെട്ടതിനെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. എന്നാൽ സമരം നിർത്തിവച്ചതിനു ശേഷം നാളുകൾ ഏറെയായിട്ടും അന്വേഷണത്തിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീണ്ടും പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വരാൻ തയ്യാറെടുക്കുന്നത്. ബലിപെരുന്നാൾ കഴിഞ്ഞാൽ വിപുലമായ യോഗം ചേർന്ന് ഭാവി പരിപാടികൾക്ക് രൂപം നൽകാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. 2010 ഫെബ്രുവരി 15-നാണ് കീഴൂർ കടപ്പുറത്ത് ഖാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ബന്ധുക്കൾ കോടതിയെ സമീപിച്ചത്. കോടതി നിർദ്ദേശപ്രകാരം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ ആദ്യം അന്വേഷിച്ച സംഘത്തിന് ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് വീണ്ടും ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സംഘത്തെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കമ്മിറ്റി വീണ്ടും പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നത്. സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുടെ മഖാം ഉറൂസിന് മഞ്ചേശ്വരത്ത് തുടക്കമായി. സെപ്റ്റംബർ 14 ആരംഭിച്ച മഖാം ഉറൂസ് 22 സമാപിക്കും. ഒന്നാമത്തെ മഖാം ഉറൂസിനാണ് ബുധനാഴ്ച തുടക്കമായത്. അസ്രു നമസ്കാരത്തിന് ശേഷം മഖാം സിയാറത്ത് കഴിഞ്ഞ് മഞ്ചേശ്വരം സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് അത്താവുള്ള തങ്ങൾ ഉദ്യാവര പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. സൈനുൽ ആബിദിൻ ജംനൽ ലൈലി, അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി, കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, VS അബ്ദുള്ള കുഞ്ഞി സാദി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ നിർവഹിച്ചു. വളരെയേറെ ത്യാഗങ്ങളും വളരെയേറെ പ്രവർത്തനങ്ങളും സഹിച്ചുകൊണ്ട് എത്തിച്ചുവെങ്കിൽ നിങ്ങളോട് ഞാനൊന്നും പ്രതിഫലം ചോദിക്കുന്നില്ല. എൻ്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് ഹബീബായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളല്ലാഹു കൽപ്പിക്കുമ്പോൾ ആ കൽപ്പന നമ്മൾ നടപ്പിൽ വരുത്തുക എന്നുള്ളത് അത് അമ്രാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് സ്വീകരിച്ച് നടപ്പിൽ വരുത്തുക എന്നുള്ളത് അത് നമുക്ക് അനുസരണമാണ്. അതിന്റെ ഇബാദത്ത്, അതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. സയ്യിദ് അത്താവുള്ള തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ റഹ്മാൻ ഷിഹാബുദ്ദീൻ കടലുണ്ടി, അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി, ഇബ്രാഹിം ബഫാക്കി കൊയിലാണ്ടി, ജാബിർ വി ഹസൻ, അലവി തങ്ങൾ, KS തങ്ങൾ, ഗാന്ധിനഗർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. സെപ്റ്റംബർ 22 മൗലീദ് പാരായണവും അന്നദാനത്തിനു ശേഷം ഉറൂസിന് സമാപനമാകും. സഹപാഠികൾക്ക് കൈത്താങ്ങായി പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്മൃതി കൂട്ടായ്മ. വിദ്യാലയത്തിലെ 1985, 86 SSLC ബാച്ചാണ് ജീവകാരുണ്യ പ്രവർത്തനവുമായി സഹപാഠികളെ തേടിയെത്തിയത്. ചന്തേരിയിലെ നാരായണി, പുത്തിലോട്ടെ ജാനകി, പിലിക്കോട്ട് വയലിലെ അംബുജാക്ഷി എന്നിവർ പിലിക്കോട് സി കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1985, 86 SLC ബാച്ചിലെ സഹപാഠികളായിരുന്നു. ഇന്നവർ ശാരീരികമായും സാമ്പത്തികമായും അവശത അനുഭവിക്കുന്നു. 1985, 86 SLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്മൃതി കൂട്ടായ്മ എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. പഴയ സഹപാഠികളുടെ നിലവിലുള്ള അവസ്ഥ അറിഞ്ഞ് കൂട്ടായ്മ സാമ്പത്തിക സഹായവുമായി അവരെ തേടി അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. ഓരോരുത്തരുടെയും വീടുകളിലെത്തിയാണ് സാമ്പത്തിക സഹായം കൈമാറിയത്. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PK വിനോദ് അധ്യക്ഷനായിരുന്നു. TP രാഘവൻ, നിഷ പട്ടേൽ എന്നീ സ്മൃതി കൂട്ടായ്മയുടെ പ്രവർത്തകരോടൊപ്പം വിദേശത്ത് ജോലി ചെയ്യുന്ന പഴയ സഹപാഠികളും ഈ സത്കർമ്മത്തിൽ പങ്കാളിയായി. PK മുരളീധരൻ സ്വാഗതം പറഞ്ഞു. ഗെറ്റ് ടുഗദർ എന്ന ഓമന പേരിൽ ഒത്തുചേർന്ന് പിരിയുന്നതിന് പകരം സത്കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് തങ്ങളുടെ കർത്തവ്യമെന്ന് സ്മൃതി കൂട്ടായ്മയുടെ പ്രവർത്തകർ പറയുന്നു. ഓണശീലങ്ങളിൽ നിന്നും പടിയിറങ്ങാത്ത അനുഷ്ഠാന കാഴ്ചയായി ഇടുവിലെ അമ്പെയ്ത്ത്. ചെറുവത്തൂർ കാരിയിലെ വിഷ്ണുമൂർത്തി ക്ഷേത്രം ഇടുവിലാണ് ഇത്തവണയും പരമ്പരാഗത രീതിയിൽ അമ്പെയ്ത്ത് നടന്നത്. കാസർഗോഡ് ജില്ലയിലെ ചില ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഇടു എന്ന പേരിൽ അറിയപ്പെടുന്ന മൺതിട്ടകളുണ്ടെങ്കിലും പരമ്പരാഗത രീതിയിൽ അമ്പെയ്ത്ത് നടക്കുന്ന കാരി വിഷ്ണുമൂർത്തി ക്ഷേത്രം ഇടുവിൽ മാത്രമാണ്. പൊതിച്ചെടുത്ത തേങ്ങ വെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ ചിരട്ട പൊട്ടിച്ചെടുത്ത കാമ്പാണ് ലക്ഷ്യസ്ഥാനമായി ഇടുവിൽ സ്ഥാപിക്കുന്നത്. മുള കൊണ്ടുണ്ടാക്കിയ വില്ലും കുരുത്തോലയുടെ ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയ വില്ലുമാണ് ഉപയോഗിക്കുന്നത്. ഇരുന്നാണ് അമ്പെയ്ത്ത്. ലക്ഷ്യത്തിൽ അമ്പു തറക്കാത്ത പക്ഷം ദൂരം കുറച്ചു കൊണ്ടുവരുന്നു. ഇടു എന്ന തുളുവാക്കിനർത്ഥം ലക്ഷ്യം എന്നാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം ദിനങ്ങളിലായിരിക്കും അമ്പെയ്ത്ത്. പിന്നെ കാവക്കാർമാർ, കൂട്ടിയക്കാർ, പ്രവർത്തിക്കാർ, 4 വീട്ടുകാർ, ഇങ്ങനെ ഒരു 3 ദിവസം കർക്കിടകത്തിൽ 3 ദിവസം കൊത്തണം. അത് ആദ്യം 4 വീട്ടുകാരും കൂടിയിട്ടാണ് ആദ്യം 3 ദിവസം ഒരുക്കുന്നത്. പിന്നീട് പിന്നെ ബാക്കി ഉത്രാടത്തിന് പൊട്ടായിട്ട് കാവക്കാർമാർ, കൂട്ടിയക്കാർ, പ്രവർത്തിക്കാർമാരും കൂടെ അതിൽ ചില സമയത്ത് കൂടുതൽ പണിയുണ്ടെങ്കിലും മറ്റുള്ളവരെ പണിക്കും കൂടെ കൂട്ടിയിട്ട് എല്ലാം പൂർത്തിയായിരിക്കും. ഇതിപ്പോൾ കാരിയിൽ മാത്രമേ ഉള്ളൂ ഇപ്പം ഇങ്ങനെ നടക്കുന്നത്. ചെറുവത്തൂർ, പിന്നെ
പിലിക്കോട് ഇങ്ങനെ എല്ലായിടത്തൊന്നും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ചടങ്ങ് നടക്കുന്നില്ല. കാലം മാറിയെങ്കിലും അമ്പെയ്ത്ത് പരമ്പരാഗത രീതിയിൽ തന്നെയായിരുന്നു. ചെറുവത്തൂർക്കാരിയിലെ വിഷ്ണുമൂർത്തി ക്ഷേത്രം ഇടവിൽ നടന്ന അമ്പെയ്ത്തിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തർ ക്ഷേത്രസന്നിധിയിലെത്തിയിരുന്നു. പിലിക്കോട്, രേരമംഗലം, വടക്കേവാതിക്കൽ, ചെറുവത്തൂർ, കൊവ്വൽ എന്നിവിടങ്ങളിലും ഇടുക്കൾ കാണാം. പിലിക്കോട് അത്തംനാളിലും ഓണംനാളിലും കമ്പ് കെട്ടാറുണ്ടെങ്കിലും അമ്പെയ്ത്ത് നടക്കാറില്ല. മന്നിപ്പാടി ശ്രീരാം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കായിക മത്സരങ്ങൾ സെപ്റ്റംബർ 18-ന് ക്ലബ്ബ് പരിസരത്ത് നടക്കും. പൂക്കള മത്സരം മന്നിപ്പാടി ശിവനഗർ പരിസരത്തെ വീടുകളിലാണ് നടത്തിയത്. നിരവധി പേർ പൂക്കള മത്സരത്തിൽ പങ്കാളികളായി. സെപ്റ്റംബർ 18 ഞായറാഴ്ച മ്യൂസിക് ചെയർ, ലെമൺ സ്പൂൺ, വെള്ളം നിറക്കൽ, ബലൂൺ പൊട്ടിക്കൽ, പാവയ്ക്ക കഴിക്കൽ, ചാക്ക് റൈസ്, ചട്ടി പൊട്ടിക്കൽ, കമ്പവലി തുടങ്ങി വിവിധ ഇനങ്ങളിൽ മത്സരം നടത്തും. സെപ്റ്റംബർ 18-ന് മൈത്രേയി ഗുരുകുലം മാനേജർ ജന്നനാഥ കാസർഗോഡ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ക്ലബ് പ്രസിഡന്റ് അജയ് കുമാർ അധ്യക്ഷത വഹിക്കും. കാസർഗോഡ് SI KJ ജേക്കബ് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. മധൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അർഷിത ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണോത്സവം സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. വ്യാഴാഴ്ച ലളിത കലാസദനം ഓഡിറ്റോറിയത്തിലായിരുന്നു ഓണാഘോഷം നടന്നത്. ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബിന്ദു സുരേന്ദ്രൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാർക്കായി പൂക്കള മത്സരം, മ്യൂസിക്കൽ ചെയർ തുടങ്ങിയ മത്സരങ്ങൾ നടത്തി. തുടർന്ന് സമ്മാനദാനവും നടന്നു. മാവേലി വേഷധാരണം ചടങ്ങിലെ ശ്രദ്ധേയ ഇനമായി. ഓണസദ്യ ഒരുക്കിയാണ് അസോസിയേഷൻ ആഘോഷങ്ങൾക്ക് പൊലിമ വർദ്ധിപ്പിച്ചത്. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. ബഷീർ, പ്രഭാകരൻ പഞ്ചമി, SS ഹംസ, ഫിറോസ് പടിഞ്ഞാർ, റഫീഖ് മാണിയങ്കാനം, നാസർ, നാരായണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചെറുവത്തൂർ ചക്രപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കട്ടില വെച്ചു. ക്ഷേത്രം നവീകരണത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് നടന്നത്. വിവിധ ക്ഷേത്രങ്ങളിലെ ആചാര്യസ്ഥാനികരും ഭക്തജനങ്ങളോടൊപ്പം ചടങ്ങിൽ സംബന്ധിച്ചു. മഹാവിഷ്ണു 3 ഭാവങ്ങളിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ചക്രപുരം മഹാവിഷ്ണു ക്ഷേത്രം. ക്ഷേത്രം നവീകരണത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കട്ടിലവിക്കൽ ചടങ്ങ് നടന്നത്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികരും സംബന്ധിച്ചു. തന്ത്രി തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കട്ടിലവിക്കൽ ചടങ്ങിന് ശേഷം തന്ത്രി അനുഗ്രഹ ഭാഷണവും നടത്തി. ഇടം നേടിയ നമ്മുടെ ക്ഷേത്രത്തിന്റെ തന്ത്രീശ്വരൻ ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് അവരുടെ കരിമ്പിൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. താഴക്കാട്ടുമന ഉണ്ണികൃഷ്ണൻ തിരുമുമ്പ്, CP കുഞ്ഞിരാമൻ, OK നാരായണി, M മനീഷ് മാരാർ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് അംഗത്വം വിതരണവും നടന്നു. കൃഷ്ണശിലയിലാണ് ക്ഷേത്രം പണിയുന്നത്. അടിത്തറ ഇതിനകം പൂർത്തിയായി. ഷഡാധാര പ്രതിഷ്ഠയും നേരത്തെ നടത്തിയിരുന്നു.
മൂലക്കണ്ടം ഷാവേഴ്സ് സാംസ്കാരിക സമിതിയും ഡിവൈഎഫ്ഐ മൂലക്കണ്ടം യൂണിറ്റും സംഘടിപ്പിച്ച ഓണവില്ല് 2016 ആഘോഷ പരിപാടികൾ സമാപിച്ചു. സമ്മാനദാന ചടങ്ങ് നടന്നു. മൂലക്കണ്ടം ഷാവേഴ്സ് സാംസ്കാരിക സമിതിയും ഡിവൈഎഫ്ഐ മൂലക്കണ്ടം യൂണിറ്റ് കമ്മിറ്റിയും സംഘടിപ്പിച്ച ഓണവില്ല് 2016 ഭാഗമായി നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CM സൈനബ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ C ബാലകൃഷ്ണൻ അധ്യക്ഷനായി. CPIM അജാനൂർ ലോക്കൽ സെക്രട്ടറി AV സഞ്ജയൻ ഓണ സന്ദേശം നൽകി. സമൂഹത്തിനിടയിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ട് പരിപാടി കൂടുതൽ ശക്തമായി കരുത്താർജിക്കുന്നവരും എല്ലാ വർഷവും ഈ പരിപാടികൾ നടത്താൻ കഴിയണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് രണ്ടാം സ്ഥാനം സീതാ കല്യാണി, മൂന്നാം സ്ഥാനം ആരതി രതീഷ് കളിയേക്കാൾ. CPM ഏരിയ കമ്മിറ്റി അംഗം മൂലക്കണ്ടം പ്രഭാകരൻ സമ്മാന വിതരണം നടത്തി. T മാധവൻ മാസ്റ്റർ, മനോജ് കാരക്കുഴി, TV പത്മിനി, KM സുധാകരൻ, വിനോദ് കണ്ണോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. CPI ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന CPI കാഞ്ഞങ്ങാട് മേഖലാ ക്യാമ്പിന് വ്യാപാര ഭവനിൽ തുടക്കമായി. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന CPI കാഞ്ഞങ്ങാട് മേഖലാ ക്യാമ്പിന് വ്യാപാര ഭവനിൽ തുടക്കമായി. സമകാലിക രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് റവന്യൂ മന്ത്രിയും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ E ചന്ദ്രശേഖരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കുക എന്നതാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങളുടെ വിശദീകരണത്തിൽ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ പാർട്ടി സംഘടനയെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നടക്കുക. നാളെ തുടർന്ന് പാർട്ടി കെട്ടിപ്പടുക്കുന്നതോടൊപ്പം തന്നെ ബഹുജന സംഘടനകൾ ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യത, ആവശ്യകതയല്ല അനിവാര്യത ബോധ്യപ്പെടുത്തുന്ന ഒരു ക്ലാസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ട പാർട്ടി കാലാകാലങ്ങളിൽ തീരുമാനിക്കുന്ന പെരുമാറ്റച്ചട്ടം, കാലാകാലങ്ങളിൽ തീരുമാനിക്കുന്നതാണെങ്കിലും പാർട്ടി അടിസ്ഥാനപരമായി സ്വീകരിച്ചു പോരേണ്ട ഒട്ടേറെ ഉന്നത മൂല്യങ്ങളുള്ള കാര്യങ്ങളടങ്ങിയ പെരുമാറ്റച്ചട്ടം. M ഹസൈനാർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പാർട്ടി സംഘടന എന്ന വിഷയത്തിൽ P വിജയകുമാർ ക്ലാസ് എടുത്തു. വെള്ളിയാഴ്ച ബഹുജന സംഘടന പെരുമാറ്റച്ചട്ടം എന്ന വിഷയത്തിൽ V രാജൻ, വൈകുന്നേരം ജില്ലയിലെ പാർട്ടി എന്ന വിഷയത്തിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്നിവർ ക്ലാസ് എടുക്കും. CP ബാബു സ്വാഗതം പറഞ്ഞു. ഗ്ലോബൽ മിഷന്റെ നേതൃത്വത്തിൽ ഗുരുജയന്തി ആഘോഷം 16 കാഞ്ഞങ്ങാട് നടക്കും. ഗുരുജയന്തി മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീനാരായണ ഗ്ലോബൽ മിഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ 162ാമത് ജയന്തി ആഘോഷം റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സെപ്റ്റംബർ 16 ഉച്ചയ്ക്ക് 1:30 കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ ബേക്കൽ ഇന്റർനാഷണൽ ഹോട്ടലിലാണ് ആഘോഷം നടക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VB രമേശൻ മുഖ്യാതിഥിയാവും. ബ്രഹ്മചാരി ഹരീന്ദ്രനാഥ് ചാത്തപത് പ്രഭാഷണം നടത്തും. ശ്രീനാരായണ ഗുരുദേവന്റെ 162ാമത് ജയന്തി ദിനം വിപുലമായി ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലുള്ള ബേക്കൽ ഇന്റർനാഷണൽ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യനായ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ജനകീയ മന്ത്രി ശ്രീ E ചന്ദ്രശേഖരൻ അവർ നിർവഹിക്കുകയാണ്. PC വിശ്വംഭരൻ പണിക്കർ ഗുരുസന്ദേശം നൽകും. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KC ശശീന്ദ്രൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ഉദിനൂർ സുകുമാരൻ, നാരായണൻ പള്ളിക്കാപ്പിൽ, T ബാലകൃഷ്ണൻ, PC വിശ്വംഭരൻ പണിക്കർ, അഡ്വക്കേറ്റ് KK സതീഷ് കുമാർ, പ്രമോദ് കരിവളം, K സുജിത് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർട്ടി അംഗങ്ങൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള മേഖലാ ക്യാമ്പുമായി CPI. ക്യാമ്പ് നടക്കുന്നത് 2 ദിവസങ്ങളിലായി. ഒടുവിൽ NIAയും സ്ഥിരീകരിച്ചു. കാണാതായവർ അഫ്ഗാനിസ്ഥാനിലെ IS ക്യാമ്പിൽ.
ചെമ്പരിക്ക ഖാസിയുടെ ദുരൂഹ മരണം, പ്രക്ഷോഭം ശക്തമാക്കാനൊരുങ്ങി ആക്ഷൻ കമ്മിറ്റി. ഉമർ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുടെ മഖാം ഉറൂസിന് തുടക്കം. ഉറൂസ് സമാപിക്കുന്നത് സെപ്റ്റംബർ 22-ന്. ജീവകാരുണ്യ പ്രവർത്തനവുമായി പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. സഹപാഠികൾക്ക് കൈത്താങ്ങുമായാണ് വിദ്യാർത്ഥി കൂട്ടായ്മ രംഗത്ത് വന്നത്. പടിയിറങ്ങാത്ത അനുഷ്ഠാന കാഴ്ചയായി ചെറുവത്തൂരിലെ അമ്പെയ്ത്ത്. അമ്പെയ്ത്തിന് വേദിയായത് കാരി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഇടു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.